നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേട്ടിട്ടുള്ളൊരു ചോദ്യമാണ്. അല്ലെങ്കിൽ പാരൻസ് നിങ്ങളുടെ അടുത്ത് പല ആൾക്കാരടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, നീ 10ാം ക്ലാസ് ആണ്, നീ +2 ആണ്, ഇത് നീ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതം രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നിന്റെ ലൈഫിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആണ് ഈ 10ാം ക്ലാസ് +2 എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ 15 വർഷമായിട്ട് കരിയർ കൗൺസിലിംഗ് അല്ലെങ്കിൽ കരിയർ ഗൈഡൻസ് ഫീൽഡിലുള്ള ആളാണ്. എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല നിങ്ങൾ 10ാം ക്ലാസ്സും +2 നന്നായി പഠിച്ചു എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം നിങ്ങളുടെ ലൈഫ് സെറ്റ് ആകും എന്നുള്ളത്. അപ്പം എന്തായിരിക്കും നമ്മുടെ ജീവിതം +2 അല്ലെങ്കിൽ 10th കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അതൊരിക്കലും ഒരു +2ൽ നല്ല മാർക്ക് വാങ്ങിയത് കൊണ്ടോ 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിയത് കൊണ്ടോ ആയിരിക്കില്ല. അതല്ല നിങ്ങളുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിന് ശേഷം അല്ലെങ്കിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് എടുക്കുന്ന ഡിസിഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് എടുക്കുന്ന ഡിസിഷൻ, അത് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എവിടെ പഠിക്കണം എന്ന് പറയുന്ന ഡിസിഷൻ ആയിരിക്കും നിങ്ങളുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ലൈഫിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആകാൻ പോകുന്ന കാര്യം നമുക്കത് എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് ആർക്കും തന്നെ അറിയില്ല. ശരിക്കും പറഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുന്നുള്ളൂ, ഇതിനെക്കുറിച്ച് കൃത്യമായുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുള്ളൂ. അങ്ങനെയല്ലാതെ, കാരണം എൻ്റെ കൂടെ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവർ +2ൽ നല്ല മാർക്ക് വാങ്ങിയിട്ട് അതിനുശേഷം എടുത്ത ഒരു കോഴ്സിന്റെ പേരിൽ അവരുടെ ജീവിതം തന്നെ എവിടെയും എത്താതായിരിക്കുന്നത്. അപ്പം ഒരിക്കലും നമ്മളുടെ ജീവിതം അങ്ങനെ ആകരുത്. നമ്മൾ സെലക്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോഴ്സ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ +2 കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ എടുക്കുമ്പോൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ ഒന്നാമത് ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഒരു ആൾക്കാർ, നമ്മളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മളുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മളുടെ അയൽവക്കത്തുള്ള ആൾക്കാർ ഇവരൊക്കെ ഒരു കോഴ്സ് എടുത്തു എന്നുള്ളൊരു പേരിൽ നമ്മൾ ഒരിക്കലും ഒരു കോഴ്സ് എടുക്കാൻ പാടില്ല. അപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്? എനിക്ക് വളരെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാളടുത്ത് ചോദിച്ചാൽ ശരിക്കും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളടുത്ത് ചോദിച്ചാൽ പോലും അവർക്കറിയില്ല എഞ്ചിനീയറിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ജോലി എന്നുള്ളത്. അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ആ ജോലി എന്താണ്, അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് ജോലി കിട്ടുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ എഞ്ചിനീയർ ആണ്, എനിക്ക് വലിയൊരു ജോലി കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല അത് എന്ത് ജോലിയാണ്, എവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, അത് എന്ത് തരമുള്ള ജോലിയാണ്, എനിക്ക് ഓഫീസ് വർക്കാണോ, എനിക്ക് ഫീൽഡ് വർക്കാണോ, അല്ലെങ്കിൽ ഞാൻ ഫാക്ടറിയിലാണോ വർക്ക് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് അറിയില്ല. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരാൾ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്തു, അതുകൊണ്ട് ഞാനും എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യുകയാണ്. അങ്ങനെ ആയിരിക്കരുത്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം നിങ്ങളുടെ ജോലി എന്തായിരിക്കും, അത് എവിടെ ആയിരിക്കും എന്നുള്ളത്. അല്ലെങ്കിൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പറഞ്ഞ ഇതായിരിക്കും നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങളുടെ പ്രൊഫഷനായിട്ട് എടുക്കാൻ പോകുന്നത്. കാരണം ഇന്ന് നിങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ആരായിട്ടായിരിക്കും അറിയപ്പെടുന്നത്? നിങ്ങളൊരു എഞ്ചിനീയറിംഗ് കോഴ്സിന് പോയി കഴിഞ്ഞാൽ നിങ്ങളൊരു എഞ്ചിനീയർ ആണ്, നിങ്ങളൊരു MBBS പഠിച്ച് നിങ്ങളൊരു പാസ്സായി കഴിഞ്ഞാൽ നിങ്ങളൊരു ഡോക്ടറാണ്. അങ്ങനെ ഏത് ഫീൽഡിലാണോ നിങ്ങൾ പഠിച്ച് പാസ്സാകുന്നത് ആ ഒരു പ്രൊഫഷൻ ആയിരിക്കും നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളെ ഇനി കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പം അത് വെറുതെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാർ ജോയിൻ ചെയ്തു എന്നുള്ളൊരു കാരണം കൊണ്ടൊന്നും ആയിരിക്കരുത് നിങ്ങൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട് ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ സ്കോപ്പ് എന്ന് പറയുന്നത്. സ്കോപ്പിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം പഠിക്കാൻ പോകുന്ന ഒരു പ്രൊഫഷൻ, അത് ഈ ഒരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷത്തേക്ക് നീണ്ടു നിൽക്കാൻ പോകുന്ന ഒരു പ്രൊഫഷൻ ആണോ എന്നുള്ളതും കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഓരോ ഇൻഡസ്ട്രി മാറുന്നത് അതിനനുസരിച്ച് നമ്മുടെ സ്കോപ്പും ഓപ്പർച്യൂണിറ്റിയും കുറഞ്ഞുകൊണ്ടിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ പണ്ട് കാലങ്ങളിൽ അഗ്രികൾച്ചർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാലഘട്ടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ആയിരുന്നു ഏറ്റവും വലിയ പൈസക്കാർ, അല്ലെങ്കിൽ ഭൂജന്മിമാർ, ഭൂപ്രഭുക്കന്മാർ, അല്ലെങ്കിൽ തമ്പുരാക്കന്മാർ, അല്ലെങ്കിൽ രാജാക്കന്മാർ എന്നൊക്കെ പറയുന്ന ആൾക്കാർ ആരെയെന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും കൂടുതൽ ഭൂസ്വത്ത് ഉണ്ടായിരുന്നത്. അപ്പം അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കിയിരുന്ന മേഖല അഗ്രികൾച്ചർ ആയിരുന്നു. അപ്പം അങ്ങനെ ഓരോ ഇൻഡസ്ട്രി മാറി വരുന്നതിനനുസരിച്ച് ഇപ്പം ഏത് ഇൻഡസ്ട്രിയാണ് ഏറ്റവും കൂടുതൽ ബൂം ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ 10-20 വർഷത്തേക്ക് നീണ്ടു നിൽക്കാൻ പോകുന്ന ഇൻഡസ്ട്രി ഏതാണ് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് വേണം ഒരു കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്കോപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നോക്കിയിട്ട് വേണം, ഫസ്റ്റ് കാര്യം ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നോക്കിയിട്ട് വേണം നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമ്മൾ ഡിഗ്നിറ്റിയും കൂടെ നോക്കണം. ഡിഗ്നിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത്. കാരണം ലോകത്തിൽ തന്നെ ഏറ്റവും ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷൻ എന്ന് പറയുന്നത് ഡോക്ടറാണ്. അതിനുശേഷം ലോയേഴ്സ് വരും, ടീച്ചേഴ്സ് വരും, എഞ്ചിനീയേഴ്സ് വരുന്നുണ്ട്, അക്കൗണ്ടിങ് ഫീൽഡിലുള്ള ആൾക്കാർ വരുന്നുണ്ട്, മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ ഡിഗ്നിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതുപോലെയുള്ള ഡിഗ്നിഫൈഡ് പ്രൊഫഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു കോഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അടുത്തത് നോക്കേണ്ട ഒരു കാര്യമാണ് സാലറി. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതെല്ലാവരും നോക്കുന്ന കാര്യമാണ്. നമുക്കിപ്പോൾ ജോലി കയറുന്ന സമയത്ത് പല ആൾക്കാരും 1% ആൾക്കാർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ നമ്മൾ ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ഈ പഠിച്ചു കഴിഞ്ഞാൽ എത്ര സാലറി കിട്ടും? അല്ല, അത് മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ നമുക്ക് എത്ര സാലറി കിട്ടും, അല്ലെങ്കിൽ ജോലി ചെയ്താൽ നമുക്ക് എത്ര സാലറി കിട്ടും, ഇതിന്റെ സ്കോപ്പ് എത്രത്തോളം ഉണ്ട്. നമ്മളിപ്പോൾ ഒരു വർഷം വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആയി, 2 വർഷം വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആയി, ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം സാലറി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ പ്രൊഫഷന് നമുക്ക് എത്രത്തോളം സാലറി കിട്ടാനുണ്ട്, എത്ര സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഓരോ വർഷം കഴിയുന്ന അനുസരിച്ച് നമ്മുടെ ജീവിത ചെലവുകളും ഇതെല്ലാം കൂടി വരികയാണ്. അപ്പം നമുക്ക് ജീവിക്കാനുള്ള പൈസ നമുക്ക് ഇതിൽ നിന്നും നിർബന്ധമായിട്ടും ഏൺ ചെയ്യേണ്ടത് ഈ ഒരു പ്രൊഫഷനിലൂടെ തന്നെയാണ്, അല്ലേ? നമ്മുടെ ജീവിതം മുഴുവൻ ഈ ഒരു പ്രൊഫഷനിലൂടെ കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ സാലറി എന്ന് പറയുന്ന കാര്യം ഒരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല, നിർബന്ധമായിട്ട് നമ്മൾ ചോദിക്കേണ്ടതും അറിയേണ്ടതായിട്ടുള്ള കാര്യമാണ്. എനിക്ക് എത്ര സാലറി കിട്ടും ഈ ജോലി ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ? അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻസ്. നമുക്ക് ഇത് പഠിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് എത്ര രൂപ ചിലവാകും? അത് ചിലപ്പം നിങ്ങൾ സ്റ്റുഡൻസ് നോക്കിയിട്ടില്ലെങ്കിൽ പാരൻസ് നിർബന്ധമായിട്ട് നോക്കുന്ന ഒരു കാര്യമാണ്. എത്ര രൂപയായിരിക്കും നമുക്ക് ചിലവാകുക? ഇപ്പോൾ ഒരു വർഷത്തെ കോഴ്സുകൾ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, 2 വർഷത്തെ കോഴ്സ് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, 4 വർഷത്തെയും 6 വർഷത്തേക്ക് കോഴ്സുകൾ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം ഇങ്ങനെ നമുക്ക് ഒരു 6 വർഷത്തോളമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര രൂപ ചിലവാകും എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും നോക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. കാരണം MBBS ഇന്നിപ്പം നീറ്റൊക്കെ എഴുതി സീറ്റ് കിട്ടാത്ത ആൾക്കാർ, പ്രൈവറ്റ് കോളേജുകളിലൊക്കെ നമുക്ക് സീറ്റ് എടുക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ലക്ഷങ്ങളാണ് അല്ലെങ്കിൽ കോടികളാണ് അവർ ഡൊണേഷനായിട്ട് മാത്രം കൊടുക്കുന്നത്. അപ്പം അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കതിനുള്ള ആസ്തി ഉണ്ടോ എന്നുള്ളതും കൂടെ ചിന്തിച്ചിട്ട് വേണം നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം എനിക്ക് ഡോക്ടർ ആകണമെന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നീറ്റിന് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം വരും. അപ്പം നിർബന്ധമായിട്ടും അങ്ങനെ ഒരു കാര്യം നമ്മൾ നിർബന്ധമായിട്ട് നോക്കണം. ഒരു വർഷത്തെ കോഴ്സിന് ഇത്ര രൂപയാണ് ഫീസ് വരുന്നത്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിറങ്ങുമ്പോഴത്തേക്കും ഇത്ര രൂപയാണ് ഫീസ് ആകുന്നത് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് നോക്കണം. കാരണം നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ പാരൻസ് നിർബന്ധമായിട്ടും അത് നോക്കും. കാരണം അവരായിരിക്കും നിങ്ങളുടെ ഫീസ് അടയ്ക്കുന്നത്. അപ്പം ഫീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പം പഠിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരു വർഷത്തെ കോഴ്സ് ഞാൻ പറഞ്ഞു, 1 വർഷത്തെയോ 2 വർഷത്തെ കോഴ്സ്, അല്ലെങ്കിൽ 5 വർഷത്തെ കോഴ്സ് ഉണ്ട്, 6 വർഷത്തെ കോഴ്സ് ഉണ്ട്, 3 വർഷത്തെ കോഴ്സ് ഉണ്ട്, അല്ലേ? അപ്പോൾ ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ എത്രത്തോളം ഉണ്ട്? നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എത്ര ഡ്യൂറേഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് എത്ര ഡ്യൂറേഷൻ വരുന്നുണ്ട്? ഇപ്പോൾ MBBS ഒക്കെ പഠിക്കാനായിട്ട് ഒരുപാട് ഡ്യൂറേഷൻ വരുന്നുണ്ട്, എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി അത്യാവശ്യം ഡ്യൂറേഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഡിഗ്രി പ്രോഗ്രാം, ഓരോന്നിനും ഓരോ ഡ്യൂറേഷനാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂറേഷൻ എത്ര നാൾ കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചിറങ്ങണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കണം. അപ്പം അത് ഒരു ഡ്യൂറേഷൻ എത്ര നാൾ വരുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇത് മാത്രമല്ല ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് എന്തൊക്കെയാണെന്ന് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യുക. നമ്മൾ അതിനെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. താങ്ക്